നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക്. ഏവർക്കും സ്വാഗതം. യാത്രകൾ ഒഴിവാക്കണം. ഇറാനിൽ അടിയന്തര ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ എംബസി. ഇറാനിൽ US ആക്രമണ സാധ്യതയും പ്രാദേശിക സൈനിക ഏറ്റുമുട്ടലുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്കായി അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിൽ ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകൾ ഉപയോഗിച്ച് എത്രയും വേഗം താൽക്കാലികമായി രാജ്യം വിടണമെന്നും സുരക്ഷാ അന്തരീക്ഷം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ അസ്ഥിരതയും ആഭ്യന്തര സംഘർഷങ്ങളും വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് യാത്രാ നിർദ്ദേശം എംബസി പുതുക്കിയത്. ഏതൊരു അത്യാവശ്യത്തിനായുള്ള യാത്രയാണെങ്കിലും ഇറാനിലെ നിലവിലെ സാഹചര്യം സുരക്ഷിതമാകുന്നതുവരെ അത് മാറ്റിവെക്കണം. നിലവിൽ രാജ്യത്തുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വാണിജ്യ വിമാനങ്ങൾ പ്രയോജനപ്പെടുത്തി തിരികെ മടങ്ങാൻ ആലോചിക്കണം. രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർ അതീവ സുരക്ഷ പാലിക്കുകയും തദ്ദേശീയ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരുകയും വേണം. തെക്കൻ തീരപ്രദേശങ്ങൾ ഉൾപ്പെടെ സൈനിക നീക്കങ്ങൾ കൂടുതലായി നടക്കുന്ന മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം. വാർത്തകൾ കൃത്യമായി നിരീക്ഷിച്ച സാഹചര്യം വിലയിരുത്തണം. ഇതുവരെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത പൗരന്മാർ ഉടൻ തന്നെ എംബസി വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും സോഷ്യൽ മീഡിയ പേജുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇറാനിലെ പാലങ്ങൾ, കുടിവെള്ള സംഭരണികൾ, വൈദ്യുത നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് US നടത്തിയ തിരിച്ചടികളും പടിഞ്ഞാറൻ ഏഷ്യയിലെ US സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ നടപടികളുമാണ് മേഖലയെ വീണ്ടും സംഘർഷഭരിതമാക്കിയത്. അടിയന്തര സഹായങ്ങൾക്കായി എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറുകളും എംബസി പങ്കുവച്ചിട്ടുണ്ട്. പത്താം ദിവസവും ഇറാനിൽ US വ്യോമാക്രമണം. 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഇരട്ടിയാക്കി ഇറാനിൽ തുടർച്ചയായ 10ാം ദിവസവും അമേരിക്കൻ സൈന്യത്തിന്റെ കനത്ത ആക്രമണം. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ തടയാനാണ് തങ്ങളുടെ സൈനിക നടപടിയെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, നാവിക താവളങ്ങൾ, മിസൈൽ ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് നിലവിൽ US ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ ഇറാന്റെ പ്രത്യാക്രമണങ്ങളിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പെന്റഗൺ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. 2026 ജൂലൈ 7 മുതൽ ഇതുവരെ 100ഓളം US സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എന്നാൽ പരിക്കേറ്റവരിൽ 96% പേരും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡ്യൂട്ടിയിൽ തിരികെ പ്രവേശിച്ചതായി പെന്റഗൺ അറിയിച്ചു. ജോർദാനിലെ സൈനിക താവളത്തിൽ ഉണ്ടായ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇതോടൊപ്പം കാണാതായ 3ാമത്തെ സൈനികന്റെ ശരീരാവശിഷ്ടങ്ങൾ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇറാഖിൽ ഇറാനിയൻ ഡ്രോണിലെ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്നതിനിടെ മറ്റൊരു സൈനികനും ജീവൻ നഷ്ടമായി. USന്റെ രാത്രികാല ആക്രമണങ്ങൾക്ക് മറുപടിയായി ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാനും കനത്ത തിരിച്ചടി നൽകുന്നുണ്ട്. US ഇറാൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 17 അമേരിക്കൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 500-ലധികം സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തങ്ങളുടെ സൈനികരുടെ മരണത്തിന് ശക്തമായ പ്രതികാരം ചെയ്യുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമണം ശക്തമാക്കിയതോടെ മേഖലയിലെ സൈനിക പിരിമുറുക്കം അതീവ ഗുരുതരമായി തുടരുകയാണ്. യുക്രൈനിൽ ചരക്ക് കപ്പലിന് നേരെ റഷ്യൻ മിസൈൽ ആക്രമണം. കാസർഗോഡ് സ്വദേശി ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. യുക്രൈനിലെ ഒഡീസ തുറമുഖത്തിന് സമീപം ധാന്യവുമായി പോകുകയായിരുന്ന ചരക്ക് കപ്പലിന് നേരെ റഷ്യ നടത്തിയ കനത്ത മിസൈൽ ആക്രമണത്തിൽ 4 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ അഖിൽ ജോയൻ എന്ന മർച്ചന്റ് നേവി ജീവനക്കാരനും ഉൾപ്പെടുന്നു. വെള്ളരിക്കുണ്ട് സ്വദേശികളായ ജോയൻ, സാലി ദമ്പതികളുടെ മകനാണ് അഖിൽ. കൊല്ലപ്പെട്ട മറ്റ് ഇന്ത്യക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പരിക്കേറ്റ മറ്റൊരു ഇന്ത്യൻ ജീവനക്കാരൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. ഒഡീസ തുറമുഖത്ത് നിന്ന് ചോളം കയറ്റി പുറപ്പെട്ട ഗോൾഡൻ ലിയോ എന്ന ചരക്ക് കപ്പലിന് നേരെയാണ് റഷ്യൻ യുദ്ധവിമാനങ്ങൾ 3 ക്രൂയിസ് മിസൈലുകൾ തൊടുത്തത്. തുർക്കി ഉടമസ്ഥതയിലുള്ളതും ഗിനിയ ബാസോവ് പതാക ഘടിപ്പിച്ചതുമായ ഈ കപ്പലിന്റെ പ്രവർത്തനം മുംബൈ ആസ്ഥാനമായുള്ള കമ്പനിയാണ് നിയന്ത്രിച്ചിരുന്നത്. കപ്പലിലുണ്ടായിരുന്ന 17 ജീവനക്കാരിൽ 5 പേർ ഇന്ത്യക്കാരും ബാക്കിയുള്ളവർ സിറിയൻ സ്വദേശികളുമായിരുന്നു.
കൊല്ലപ്പെട്ട 10 പേരിൽ 9 പേർ കപ്പൽ ജീവനക്കാരും ഒരാൾ യുക്രൈൻ ഹാർബർ പൈലറ്റുമാണ്. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ പടർന്ന തീയണച്ച ശേഷമാണ് യുക്രൈൻ നാവികസേന രക്ഷാപ്രവർത്തനം നടത്തിയത്. കപ്പലിലുണ്ടായിരുന്ന 8 പേരെ യുക്രൈൻ സേന രക്ഷപ്പെടുത്തി ഒഡോയ്സയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ 5 ഇന്ത്യക്കാരാണ് ഉൾപ്പെട്ടിരിക്കുന്നതെന്നും യുക്രൈനിലെ ഇന്ത്യൻ എംബസി സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ നിന്ദ്യവും അംഗീകരിക്കാൻ കഴിയാത്തതുമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. നെതന്യാഹുവിനെ യുഎസിൽ വെച്ച് അറസ്റ്റ് ചെയ്യില്ല, ന്യൂയോർക്ക് മേയർക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു കാരണവശാലും അറസ്റ്റ് ചെയ്യില്ല എന്ന് വ്യക്തമാക്കി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ന്യൂയോർക്ക് സിറ്റിയിൽ വെച്ച് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമവഴികൾ പരിശോധിക്കുകയാണെന്ന മേയർ സോഹ്റാൻ മംദാനിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഉറച്ച പ്രതികരണം. ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലുള്ളപ്പോൾ ഒരു തരത്തിലും ഒരു രൂപത്തിലും അറസ്റ്റ് ചെയ്യപ്പെടില്ല, തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചു. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ നൽകുന്ന പിന്തുണയും ട്രംപ് പ്രശംസിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ഒരു യുദ്ധക്കുറ്റവാളിയാണെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സിറ്റിയുടെ നിയമങ്ങൾക്ക് അനുവാദമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും ന്യൂയോർക്ക് സിറ്റി മേയർ സോഹ്റാൻ മംദാനി അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. വരുന്ന സെപ്റ്റംബറിൽ UN പൊതുസഭയിൽ പങ്കെടുക്കാൻ നെതന്യാഹു ന്യൂയോർക്കിലെത്താൻ സാധ്യതയുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു മംദാനിയുടെ പ്രസ്താവന. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ വാറന്റ് വ്യാജമാണെന്നും ജനശ്രദ്ധ തിരിച്ചുപിടിക്കാനാണ് മേയർ ശ്രമിക്കുന്നതെന്നും ഇസ്രായേൽ ആരോപിച്ചു. ഗാസ യുദ്ധക്കുറ്റങ്ങളുടെ പേരിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി 2024 നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയും ഇസ്രായേലും ICCയിൽ അംഗങ്ങളല്ല. അതിനാൽ ഈ വാറന്റിന് US നിയമസാധുതയില്ലെന്നാണ് വിലയിരുത്തൽ. നേരത്തെ സോഹ്റാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ട സമയത്ത് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിലും അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇരുവർക്കുമിടയിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നുണ്ടെന്നാണ് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ചെങ്കടലിലും യുദ്ധഭീതി, സൗദി അറേബ്യയ്ക്ക് മേൽ നാവിക ഉപരോധം പ്രഖ്യാപിച്ച് ഹൂതികൾ. US ഇറാൻ യുദ്ധം പശ്ചിമേഷ്യൻ മേഖലയിലൊട്ടാകെ വ്യാപിക്കുന്നതിനിടെ സൗദി അറേബ്യയ്ക്ക് മേൽ സമുദ്ര ഉപരോധം പ്രഖ്യാപിച്ച് യമനിലെ ഇറാന്റെ സഖ്യസേനയായ ഹൂതികൾ. ബാബ് അൽ മൻദാബ് കടലിടുക്ക് വഴി നമസ്കാരം. ഒരാഴ്ചത്തെ ലോകവിശേഷങ്ങളുമായി വേൾഡ് ഡെസ്ക്. ഏവർക്കും സ്വാഗതം. യാത്രകൾ ഒഴിവാക്കണം, ഇറാനിൽ അടിയന്തര ജാഗ്രതാ നിർദ്ദേശവുമായി ഇന്ത്യൻ എംബസി. ഇറാനിൽ US ആക്രമണ സാധ്യതയും പ്രാദേശിക സൈനിക ഏറ്റുമുട്ടലുകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർക്കായി അടിയന്തര ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിൽ ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകൾ ഉപയോഗിച്ച് എത്രയും വേഗം താൽക്കാലികമായി രാജ്യം വിടണമെന്നും സുരക്ഷാ അന്തരീക്ഷം മെച്ചപ്പെടുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ അസ്ഥിരതയും ആഭ്യന്തര സംഘർഷങ്ങളും വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് യാത്രാ നിർദ്ദേശം എംബസി പുതുക്കിയത്. ഏതൊരു അത്യാവശ്യത്തിനായുള്ള യാത്രയാണെങ്കിലും ഇറാനിലെ നിലവിലെ സാഹചര്യം സുരക്ഷിതമാകുന്നതുവരെ അത് മാറ്റിവെക്കണം. നിലവിൽ രാജ്യത്തുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വാണിജ്യ വിമാനങ്ങൾ പ്രയോജനപ്പെടുത്തി തിരികെ മടങ്ങാൻ ആലോചിക്കണം. രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർ അതീവ സുരക്ഷ പാലിക്കുകയും തദ്ദേശീയ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരുകയും വേണം. തെക്കൻ തീരപ്രദേശങ്ങൾ ഉൾപ്പെടെ സൈനിക നീക്കങ്ങൾ കൂടുതലായി നടക്കുന്ന മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണം. വാർത്തകൾ കൃത്യമായി നിരീക്ഷിച്ച സാഹചര്യം വിലയിരുത്തണം. ഇതുവരെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത പൗരന്മാർ ഉടൻ തന്നെ എംബസി വെബ്സൈറ്റ് വഴി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും സോഷ്യൽ മീഡിയ പേജുകൾ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇൻഷുറൻസ് നിരക്കുകളും കുതിച്ചുയരുകയാണ്. ആൻഡി ബർണം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. യുകെയുടെ പുതിയ പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബർണം ഔദ്യോഗികമായി ചുമതലയേറ്റു. ജനപ്രീതിയിലുണ്ടായ ഇടിവിനെ തുടർന്ന്
കിയർ സ്റ്റാർമർ രാജിവെച്ച സാഹചര്യത്തിലാണ് മുൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ബർണം രാജ്യത്തിന്റെ അമരത്തെത്തുന്നത്. ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി ചാൾസ് രാജാവുമായി കൂടിക്കാഴ്ച നടത്തിയ അദ്ദേഹം പുതിയ സർക്കാർ രൂപീകരിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബ്രിട്ടന്റെ 7ാമത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. രാജിവെച്ചൊഴിഞ്ഞ കിയർ സ്റ്റാർമറിന്റെ രാജി ചാൾസ് രാജാവ് സ്വീകരിച്ചതോടെ അദ്ദേഹത്തിന്റെ ഭരണത്തിന് ഔദ്യോഗികമായി തിരശ്ശീല വീണു. ലേബർ പാർട്ടി നേതൃത്വത്തിലേക്ക് നടന്ന മത്സരത്തിൽ ഏക സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം ഹൗസ് ഓഫ് കോമൺസിലെ 379 എംപിമാരുടെ പിന്തുണ ലഭിച്ചിരുന്നു. 2 വർഷം മുൻപ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ സ്റ്റാർമർക്ക് ഭരണപരമായ വീഴ്ചകളും നയരൂപീകരണത്തിലെ പിഴവുകളും കാരണം സ്വന്തം പാർട്ടിയിൽ തന്നെ കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വന്നിരുന്നു. തുടർന്ന് കഴിഞ്ഞ മാസമാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റതിന് തൊട്ടുപിന്നാലെ തന്നെ നിർണായക തീരുമാനവുമായി അദ്ദേഹം രംഗത്തെത്തി. സ്റ്റാർമർ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന 1.8 ബില്യൺ പൗണ്ടിന്റെ ഡിജിറ്റൽ ID പദ്ധതി അദ്ദേഹം റദ്ദാക്കി. ഈ തുക ജീവിത ചെലവ് കുറയ്ക്കാനുള്ള അടിയന്തര സഹായങ്ങൾക്കായി ഉപയോഗിക്കണമെന്നാണ് പ്രഖ്യാപനം. സാമ്പത്തിക മന്ദഗതി, ഉയർന്ന കടമെടുപ്പ്, കുടിയേറ്റ പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലെ ഊർജ്ജ വിലക്കയറ്റം എന്നിവ പുതിയ പ്രധാനമന്ത്രിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധിയായി തുടരും. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് 3 വർഷം മാത്രം ബാക്കി നിൽക്കെ രാജ്യത്ത് രാഷ്ട്രീയ സ്ഥിരത വീണ്ടെടുക്കുവാനും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാനുമുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ജപ്പാന് സമീപം ചൈനയുടെ തത്സമയ വെടിവെപ്പ് പരിശീലനം ശക്തമായി പ്രതിഷേധം അറിയിച്ച് ടോക്കിയോ. ജപ്പാന്റെ കടൽ പ്രദേശത്ത് ചൈന തത്സമയ വെടിവെപ്പ് പരിശീലനം നടത്തിയതിൽ ശക്തമായ പ്രതിഷേധവും അറിയിച്ച് ജപ്പാൻ. ഏഷ്യയിലെ പ്രമുഖ സാമ്പത്തിക ശക്തികളായ ജപ്പാനും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വീണ്ടും കടുത്ത വിള്ളൽ വീഴ്ത്തുന്നതാണ് പുതിയ സംഭവം. ഞായറാഴ്ച പുലർച്ചെ ഒക്കിനോട്ടിരി ദ്വീപിന് ഏകദേശം 180 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായിട്ടാണ് റഷ്യൻ യുദ്ധക്കപ്പലുകളുടെ സഹകരണത്തോടെ ചൈനീസ് സേന പരിശീലനം നടത്തിയത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമല്ലെങ്കിലും സമീപ പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്കും മറ്റ് യാനങ്ങൾക്കും ഇത്തരം സൈനിക അഭ്യാസങ്ങൾ വലിയ ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി നയതന്ത്ര തലത്തിൽ പ്രതിഷേധം അറിയിച്ചതായി ജപ്പാൻ ക്യാബിനറ്റ് ചീഫ് സെക്രട്ടറി മിനറോ കിഹാരി അറിയിച്ചു. ഒക്കിനോട്ടിരി ഒരു ദ്വീപല്ലെന്നും വെറും ഒരു പാറക്കൂട്ടം മാത്രമാണെന്നുമാണ് ചൈനയുടെ വാദം. അതിനാൽ ഇതിനു ചുറ്റുമുള്ള കടൽ പ്രദേശം ജപ്പാന്റെ എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലയായി അംഗീകരിക്കാനാകില്ല എന്ന് ബെയ്ജിംഗ് നിലപാടെടുത്തു. ചൈനീസ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകൾ, റഷ്യൻ ഫ്രിഗേറ്റ് എന്നിവരടങ്ങുന്ന 4 യുദ്ധക്കപ്പലുകളുടെ കൂട്ടമാണ് ജപ്പാന്റെ സാമ്പത്തിക മേഖലയിലേക്ക് നീങ്ങുന്നതെന്നും തുടർന്നായിരുന്നു പരിശീലനമെന്നും ജാപ്പനീസ് സൈന്യം സ്ഥിരീകരിച്ചു. തായ്വാൻ വിഷയത്തിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി സാനെ തകായിച്ച് നടത്തിയ പ്രസ്താവനകളെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കടുത്ത രാഷ്ട്രീയ തർക്കത്തിലാണ്. ജപ്പാന് ചുറ്റുമുള്ള കടൽ പ്രദേശങ്ങളിൽ ചൈനയും റഷ്യയും സംയുക്ത സൈനിക നിരീക്ഷണം കടുപ്പിച്ചത് പസഫിക് മേഖലയിൽ വീണ്ടും വലിയ സുരക്ഷാ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതോടെ വേൾഡ് ഡെസ്ക് പൂർണ്ണമാകുന്നു. കൂടുതൽ ലോകവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.